ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനിരയായതിനെക്കുറിച്ചും നടൻ ജയറാം തന്റെ അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതും റിപ്പോർട്ടർ ചാനലിലൂടെ. അത് ഈ നാട്ടിലെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ കേട്ടിരിക്കണം. അതായത് പോറ്റിമാർ, നമ്പൂതിരിമാർ, ശാന്തിക്കാർ, അല്ലെങ്കിൽ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏജന്റ് പണിക്ക് നിൽക്കുന്ന മനുഷ്യർക്കുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അവരെ സംബന്ധിക്കുന്നിടത്തോളം വിശ്വാസം ഒരു കച്ചവടമാണെന്നും നിങ്ങൾ അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ ആ ഏജന്റ് പണിക്ക്, അതായത് നമ്മുടെ നാട്ടിൽ ഇടനിലക്കാരനെന്ന് വേണമെങ്കിൽ പറയാം, ഈ റിയൽ എസ്റ്റേറ്റ് നടത്തുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും വാങ്ങുന്നവനും വിൽക്കുന്നവനും ഇടയിൽ നിന്നിട്ട് ഒരാൾ കമ്മീഷൻ മേടിച്ചോണ്ട് പോകുമല്ലോ. ആ പണിയല്ലേ സത്യസന്ധമായിട്ട് ഈ പോറ്റിപ്പണി എടുക്കുന്നവന്മാർ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, അതിന് ഏത് മതത്തിലെയോ ആയിക്കോട്ടെ, അതിനെയെല്ലാം പലതരത്തിലുള്ള വിശ്വാസ നുണകൾ സൃഷ്ടിച്ച് വിശ്വാസ തട്ടിപ്പുകൾ ഇറക്കി നിങ്ങളിൽ നിന്ന് അടിച്ചെടുക്കുന്ന വഴികൾ എന്തൊക്കെയെന്ന് ആലോചിച്ച്. നടൻ ജയറാമിനെ പോലും ശബരിമലയിൽ വയ്ക്കാൻ പോകുന്ന വാതിൽ എന്നുള്ള നിലയ്ക്ക് പറ്റിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജ നടത്തിച്ച് ബംഗളൂരുവിലുള്ള വ്യവസായികളെ മുഴുവൻ ശബരിമലയിൽ കൊണ്ടുവന്ന് അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് യഥേഷ്ടം ദർശനം നൽകുകയും അതിന്റെ പേരിൽ പൈസ അടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ